വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ്. മക്കളെ നമ്മുടെ ഓണ എക്സാം എത്തി അല്ലേ? അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണ് നാളെ. അപ്പോൾ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മിസ്സിൻ്റെ കുട്ടികളെ എല്ലാവരെയും എന്ത് ചെയ്യുക, ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഇത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികം സമയം കളയുന്നില്ല, മിസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എപ്പോഴും ഒരു റീഡിങ് കോംപ്രഹെൻഷൻ ആയിരിക്കും. നമുക്കറിയാം, ഒരു പാസേജോ ഒരു സ്റ്റോറിയോ ഒരു പോമോ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. ആൻഡ് കമ്പൽസറി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം മക്കളെ, നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടല്ലേ. അപ്പോൾ ആ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ വായിച്ചു നോക്കുക. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കേടാ, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക അല്ലേ. മൊബൈൽ ഫോൺസ് ആൻഡ് ആപ്സ് ലൈക്ക് വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് ക്യാൻ ബി ഫൺ ആൻഡ് ഹെൽപ്ഫുൾ. നമ്മുടെ മൊബൈൽ ഫോൺസും അതിലുള്ള ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, കുട്ടി ഇൻസ്റ്റഗ്രാമിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ അല്ലേ, യൂട്യൂബ് ഒക്കെ നമുക്കിതാ ഹെൽപ്ഫുള്ളും ആണ്. നമുക്കിതാ പല നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് രസമാണ്. ദേ ലെറ്റ് us വാച്ച് സ്റ്റോറീസ്, കഥകൾ വായിക്കാം അല്ലെ, പുതിയ കാര്യങ്ങൾ പഠിക്കാം, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. ഇതിനുള്ള ഒത്തിരി അവസരമുണ്ട് അല്ലേ. ബട്ട് ടു മച്ച് ഫോൺ ടൈം ക്യാൻ കോസ് പ്രോബ്ലം. പക്ഷെ ഒത്തിരി നേരം നമ്മൾ ഫോണിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഇറ്റ് ക്യാൻ ഹേർട്ട് അവർ ഐസ് അല്ലെ, നമ്മുടെ കണ്ണിന് അത് പ്രശ്നമാകും. അത് മാത്രമാണോ, മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ് ആൻഡ് സ്റ്റോപ്പ് us from playing outdoors or talking with people face to face. നമ്മളിതാ ഇതിൽ തന്നെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയാവും, അല്ലെങ്കിൽ പുറത്തു പോയി കളിക്കാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥയാവും. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരോട് നേരിട്ട് സംസാരിക്കാൻ മടിയാണ് അല്ലേ. അപ്പോൾ ആ ഫോൺ വിളിക്കാൻ പോലും മടിയാണ്. ഫോൺ വിളിച്ചിട്ട് പറയും എന്താണ്, വാട്സപ്പ് ചെക്ക് ചെയ്യൂ, ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് DM നോക്കുമെന്ന് പറയും അല്ലേ. ഞാൻ എന്താണ്, ഇൻവെർട്ടറാണ്, ഞാൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ ടെക്സ്റ്റ് ചെയ്യുള്ളൂ, ഞാൻ വിളിക്കുകയില്ല എന്ന് മാറുന്ന ഒരു സിറ്റുവേഷനിലായിട്ടുണ്ട് കാര്യങ്ങൾ. സോ അത് മാത്രമാണോ, അല്ല, നമുക്കിതാ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളിതാ ഈ ഒരു വീഡിയോ കാണുകയാണ്, ഇങ്ങനെ വീഡിയോസ് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ക്ലാസ്സിൽ തന്നെ കുറച്ച് നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നുണ്ട്. ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതാ ഇത്രയും മിനിറ്റ് 2-3 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും അല്ലെ സ്കിപ്പ് അടിച്ചിട്ട് അടുത്ത പോയാലോ, അല്ലെങ്കിൽ വല്ല റീൽസ് കണ്ടാലോ എന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയാസ് ഒത്തിരി യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ലിമിറ്റ് സെറ്റ് ചെയ്യണം അല്ലെ. ഫോൺസൊക്കെ നമ്മളിതാ സ്കൂളിന് ശേഷം കുറച്ച് ഷോർട്ട് ടൈമിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഫോൺസ് നമ്മളിതാ രാത്രിയിൽ ബെഡിന് മുമ്പ് യൂസ് ചെയ്യാതിരിക്കുക. ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്പ് യൂസ് ചെയ്യുക. കൂടുതൽ ടൈം ഫ്രണ്ട്സായിട്ട് കളിക്കുക, ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഓൺലൈനിൽ എന്തെങ്കിലും നമുക്കിതാ വെറീഡ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ വെറീഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മളിതാ പേരൻസിനോട് ആദ്യം അത് കൺവേ ചെയ്യുക. നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യാണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, ഒരു അബദ്ധം പറ്റിപ്പോയി, ഇതൊക്കെ നമ്മൾ തനിയെ ഹാൻഡിൽ ചെയ്യാണ്ട് പേരൻസിനോട് സംസാരിക്കുക. മിനിമലും ഇൻ്റലിജൻറ്റും ആയിട്ടുള്ള മൊബൈൽ ഫോൺസിൻ്റെ യൂസിലൂടെ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും ഇരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ പാസേജിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. മോറോവർ നമുക്ക് ഉപദേശിക്കുന്ന ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഉപദേശങ്ങൾ നമ്മളിതാ കാര്യമാക്കേണ്ടതുണ്ട്. സോ ഈ ഒരു പാസേജ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി നമുക്ക് ഓരോരുത്തർക്കും കണക്ട് ചെയ്യും, ഈവൻ മിസ്സിനും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിടാം. റൈറ്റ് ടു ഹെൽത്ത് ഇഷ്യൂസ് കോസ്ഡ് ബൈ ദ പ്രൊലോങ്ഡ് യൂസ് ഓഫ് മൊബൈൽസ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് മൊബൈൽസ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന 2 ഹെൽത്ത് ഇഷ്യൂസ് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, നമ്മുടെ കണ്ണിന് ഹേർട്ടാവും, അത് മാത്രമല്ല ഉറങ്ങാൻ പറ്റില്ല, അതുപോലെ തന്നെ ഔട്ട്ഡോഴ്സിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, ആൾക്കാരോട് ഫേസ് ടു ഫേസ് സംസാരിക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള കുറേ നമ്മൾ പാസേജിൽ പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും 2 ഹെൽത്ത് ഇഷ്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, കണ്ണ് വേദനിക്കുന്നു, ഉറക്കം വരുന്നില്ല അല്ലെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽത്ത് ഇഷ്യൂസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഹൗ മൊബൈൽ ഫോൺസ് ആർ ഹെൽപ്ഫുൾ ടു us. മൊബൈൽ ഫോൺസ് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്നത്, ആദ്യമേ പറഞ്ഞു അല്ലേ. നമുക്ക് ഒത്തിരി സ്റ്റോറീസ്, പുതിയ കാര്യങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ചാറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും പാസേജിലുണ്ട്, അത് നമുക്ക് ഇവിടെ എഴുതാം. 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് യു ഡു ഇഫ് സംതിങ് ഓൺ യുവർ മൊബൈൽ ഫോൺ മേക്സ് യു വറീഡ്. നമുക്കിതാ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മളിതാ പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ എന്ത് ചെയ്യുക, സംസാരിക്കുക, കൺവേ ചെയ്യുക. അതാണ് അതിൻ്റെ ആൻസർ അല്ലേ. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ, യൂസിങ് എ ഫോൺ അറ്റ് ബെഡ് ടൈം ബെഡ് ടൈമിൽ ഒരു ഫോൺ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഹെൽപ്പ് യു സ്ലീപ്പ് ഫാസ്റ്റർ, പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുമോ, മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ്, ഉറക്കം വരാണ്ടിരിക്കോ, മേക്ക് യുവർ ഐ സ്ട്രോങ്ങർ, കൊണ്ട് നല്ലതാ ശക്തിയാവോ, ഹെൽപ്പ്
സ്ലീപ്പ് ലോങ്ങർ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഏതാണ് പ്രശ്നമാണ് അല്ലേ? മേക്ക് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ഹൗ വിൽ ദ പ്രൊലോങ്ഡ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ അഫക്ട് യുവർ സ്റ്റഡീസ്? പ്രൊലോങ്ഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ എങ്ങനെയാണ് നമ്മുടെ പഠിത്തത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നത്? പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ആൻഡ് സ്റ്റഡീസ് ആണോ? മേക്ക് യു പേ മോർ അറ്റൻഷൻ, നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഡിസ്ട്രാക്ട് യുവർ മൈൻഡ്, നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുമോ? മേക്സ് യു മോർ എനർജറ്റിക്, ഞാൻ മൊബൈൽ ഫോൺ കുറച്ച് നേരം കണ്ടു അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എനർജി കയറി, ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഇതിൽ ഏതാണ് നമ്മുടെ അഞ്ചാമത്തതിൻ്റെ ആൻസർ എന്നുള്ളത് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ നിങ്ങളത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈവനിങ് മെഗാ മാരത്തോണിൽ കാണാം. മാത്രമല്ല ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് ഉണ്ട്. ബാച്ചിലേക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ നമ്മൾ ഈ ഒരു സ്ക്രോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും മറക്കരുത് എന്ത് ചെയ്യുക, നമ്മുടെ മെഗാ മാരത്തോണിലേക്ക് വരാം വിത്ത് ഫ്രണ്ട്സ് ആയിട്ട്. ആൻഡ് മിസ് ഒന്നുകൂടെ പറയുകയാണ്, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.